ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ത്രിലോഗാസ്. അപ്പം സമയം കളയാതെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ആൻഡ് ചേഞ്ചസ് ഇൻ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി. അപ്പം അത് ഐഡിയൽ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസിലുള്ള വേരിയേഷൻസിനെ കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ നമുക്കറിയാം തെർമോഡൈനാമിക് പ്രോസസ്സ് പലതരത്തിലുണ്ട്. ഐസോതെർമൽ പ്രോസസ്സ്, അഡിയബാറ്റിക് പ്രോസസ്സ്. അതിൽ ഫസ്റ്റ് നമ്മൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ അതിലെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച്, അതായത് ഡെൽറ്റ യു ആൻഡ് എൻതാൽപ്പി ചേഞ്ച് ഇൻ ഐസോതെർമൽ എക്സ്പാൻഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇൻറ്റേർണൽ എനർജി കൂടും, അതുപോലെ തന്നെ ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇൻറ്റേർണൽ എനർജി കുറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ, ദാറ്റ് ഈസ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് വരുന്നില്ല. അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. സോ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസിൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഇനി നമുക്ക് എൻതാൽപ്പിയുടെ കാര്യം നോക്കാം. നമുക്കറിയാം H=U+PV ആണ്. സിമ്പിൾ റിലേഷനാണ്, നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ നമ്മൾ ഡെൽറ്റ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ H ഈ യുവിൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഡെൽറ്റ അപ്ലൈ ചെയ്യും. യുവിൻ്റെ ഭാഗത്ത് ഡെൽറ്റ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ യു എന്ന് വരും. അതുപോലെ തന്നെ പി വിൻ്റെ ഡെൽറ്റ അപ്ലൈ ചെയ്യുമ്പോൾ ഡെൽറ്റ പി വി വരും. നമുക്കറിയാം പി വി എന്ന് പറയുന്നത് NRT ആണ്. സോ നമുക്ക് പി വിക്ക് പകരം NRT കൊടുക്കാം. അപ്പം ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NRT വരും. സോ ഡെൽറ്റ NRTയിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഡെൽറ്റ യു അതേമാതിരി എഴുതി. നമുക്കറിയാം N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്, R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ഇത് പലപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ആകെ വാരി ചെയ്യുന്നത് ആരാ? ടെമ്പറേച്ചർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡെൽറ്റ ആർക്ക് അപ്ലൈ ചെയ്യും? ഡെൽറ്റ ടിക്ക് അപ്ലൈ ചെയ്യും. സോ ഡെൽറ്റ യു പ്ലസ് NR ഡെൽറ്റ ടി എന്ന് എഴുതും. നമുക്കറിയാം ഐസോതെർമൽ പ്രോസസ്സിൽ ഡെൽറ്റ ടി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. സോ നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ ഡെൽറ്റ യു ഓൾറെഡി സീറോ ആണ്, NR ഡെൽറ്റ ടി ആണ്, ഡെൽറ്റ ടി എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 + 0 = 0. അതായത് ഒരു ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസിലെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫേർഡ് ആൻഡ് വർക്ക് ഡൺ നോക്കാം. നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ഡെൽറ്റ യു എന്ന് പറയുന്നത് Q+W ആണ്. വി നോ ദാറ്റ് ഡെൽറ്റ യു എന്ന് പറയുന്നത് സീറോ ആണ്. അതേ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് സീറോ ആണ്. സോ നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 0 = Q+W എന്ന് കിട്ടും. സോ W എന്ന് പറയുന്നത് -Q എന്ന് എഴുതാം. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ദിസ് മീൻസ് ദാറ്റ് ഇൻ ആൻ ഐസോതെർമൽ എക്സ്പാൻഷൻ ഹീറ്റ് അബ്സോർബ്ഡ് ഈസ് യൂസ്ഡ് അപ്പ് കംപ്ലീറ്റ്ലി ഇൻ ഡൂയിങ് ദ വർക്ക് ഓഫ് എക്സ്പാൻഷൻ. അതായത് ഇവിടെ ഈ ഐസോതെർമൽ എക്സ്പാൻഷനിലെ കേസിൽ അബ്സോർബ് ചെയ്ത ഹീറ്റ് നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പാൻഷൻ വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് അവിടെ മൈനസ് സൈൻ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ നോക്കാം. നമ്മളിത് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് റിവേഴ്സിബിൾ എക്സ്പാൻഷനിൽ ഐസോതെർമൽ എക്സ്പാൻഷനിലെ വർക്ക് ഡൺ. സോ ഞാൻ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുള്ളൂ, കാരണം നമ്മളിത് ഓൾറെഡി പറഞ്ഞു പോയതാണ്. സോ നമ്മളത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ വർക്ക് ഡൺ ഇൻ റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. നമുക്കറിയാം റിവേഴ്സിബിൾ പ്രോസസ്, നമുക്കറിയാം ഡ്രൈവിംഗ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓപ്പോസിംഗ് ഫോഴ്സ് ആണ്. ഡ്രൈവിംഗ് ഫോഴ്സ് ഓപ്പോസിംഗ് ഫോഴ്സിനെക്കാട്ടും കുറച്ച് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് DWൻ്റെ റിലേഷൻ ഇതൊക്കെ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വായിച്ചു പോകുന്നത്. DW എന്ന് പറയുന്നത് -P external × dV ആണ്. സോ P external നമുക്ക് മാറ്റാം, P - dP എന്ന് മാറ്റാം. അതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നില്ല. സോ DW എന്ന് പറയുന്നത് എന്താ? -P - dP × dV എന്ന് എഴുതാം. സോ അത് ഉള്ളോട്ട് എടുക്കുക കഴിഞ്ഞെങ്കിൽ -PdV - dP × dV. dP × dV നമുക്ക് നെഗ്ലിജിബിൾ ആണ്, അത് മാറ്റി DW എന്ന് പറയുന്നത് -PdV എന്ന് എഴുതാം. നമുക്കതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. V1 to V2 ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ P എന്ന് പറഞ്ഞ സാധനം നമുക്കറിയാം P v = RT ആണ്. സോ Pക്ക് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കി, അതിവിടെ പുട്ട് ചെയ്തു. V1 to V2 ഇൻറ്റഗ്രേറ്റ് ചെയ്തു. സോ -RT V1 to V2 1/V dV എന്ന് എഴുതി. സോ നമുക്കതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -RT ln V എന്ന് കിട്ടും. അതിനെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ഇതൊക്കെ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. -RT ln V2/V1 എന്ന് കിട്ടും. W റിവേഴ്സിബിൾ എന്ന് പറയുന്നത് -2.303 RT log V2/V1 ആണ്. സോ ഫോർ n മോൾസ് ഓഫ് ഗ്യാസ് നമുക്ക് എന്ത് എഴുതാം? -2.303 NRT log V2/V1. ഇതൊക്കെ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് ഞാൻ വായിച്ചു പോകുന്നുള്ളൂ. ഇതൊക്കെ മുന്നത്തെ വീഡിയോസ് ജസ്റ്റ് കാണാം. ഓക്കെ. സോ റിവേഴ്സിബിൾ വർക്ക് ഡൺ,
ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് -2.303 nRT log V2/V1 ആണ്. പ്രഷർ ഫോമാറ്റിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം -2.303 nRT log P1/P2. ഇനി ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഇൻ റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള റിലേഷനാണ്. W റിവേഴ്സിബിൾ എന്ന് പറയുന്നത് -Q റിവേഴ്സിബിൾ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതായത് വർക്ക് ഡണ്ണിൻ്റെ നെഗറ്റീവ് ആയിരിക്കും ഹീറ്റ് അബ്സോർബ്. നമുക്ക് ചിലപ്പം ചോദിക്കും ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടുള്ളത് റിയാക്ഷനിൽ ഐസോതെർമൽ എക്സ്പാൻഷനിൽ അബ്സോർബ് ചെയ്തിട്ടുള്ള ഹീറ്റ് ചോദിക്കും. അപ്പോൾ നമ്മൾ വർക്ക് ഡണ്ണിൻ്റെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് നെഗറ്റീവ് സൈനെ മാറ്റിയിട്ട് പോസിറ്റീവ് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ Q റിവേഴ്സിബിൾ അബ്സോർബ് ചെയ്ത ഹീറ്റിൻ്റെ ഇക്വേഷൻ കിട്ടും. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ മൈനസിന് പകരം പ്ലസ് എന്ന് വന്നിട്ടുള്ളൂ. സെയിം ഇക്വേഷനാണ് 2.303 nRT log V2/V1. അതിനെ നമുക്ക് വേണമെങ്കിൽ 2.303 nRT log P1/P2 എന്നും പറയാം. പിന്നെ നമുക്കറിയാം ഇറിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ എഗെയിൻ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. വി നോ ദാറ്റ് ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് W = V1 to V2 P external into dV ആണ് എന്ന് ജനറൽ എക്സ്പ്രഷൻ ഇറിവേഴ്സിബിളിൻ്റെ. ഇത് നമ്മൾ 2 കാറ്റഗറീസ് പഠിച്ചു. എക്സ്പാൻഷൻ അഗെയിൻസ്റ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, അതായത് നമ്മളിപ്പം നമ്മുടെ സാധാരണ ഒരു സിലിണ്ടറിൻ്റെ എക്സ്പാൻഷനൊക്കെ പറയുന്നത് എക്സ്പാൻഷൻ അഗെയിൻസ്റ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. അതായത് നമ്മുടെ എക്സ്റ്റേണൽ പ്രഷർ, നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷർ എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഉള്ള എക്സ്പാൻഷൻസ് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ എക്സ്പാൻഷനിൽ എക്സ്പാൻഷൻ അഗെയിൻസ്റ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. അതൊരു ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ ആണെന്ന് ആലോചിക്കുക. സോ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് W = -P external into V1 to V2 dV ആണ്. ഇവിടെ P externalനെ പുറത്തേക്ക് എടുക്കാൻ കാരണം എന്താണ്? കാരണം P external കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. സോ നമ്മതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻ കിട്ടും W = -P external into ΔV. അതാണ് ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ അഗെയിൻസ്റ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിൻ്റെത്. പിന്നെ നമുക്കറിയാം ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ, ഞാനിത് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, ഫ്രീ എക്സ്പാൻഷനിലെ വർക്ക് ഡണ്ണ് 0 ആണ്. സോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഇനിയാണ് നമുക്ക് പഠിക്കാത്ത, ഇതുവരെ നമ്മൾ പഠിച്ചിട്ടില്ലാത്തൊരു ടോപ്പിക്കാണ്. അതായത് വർക്ക് ഡണ്ണിന് അഡിയബാറ്റിക് എക്സ്പാൻഷനിലെ വർക്ക് ഡണ്ണൊക്കെ എങ്ങനെയായിരിക്കും, അതേപോലെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്തായിരിക്കും, എൻതാൽപ്പി ചേഞ്ച് എന്തായിരിക്കും, നമുക്ക് നോക്കിയാലോ. നമുക്കറിയാം അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയോ റിലീസ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? Q എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ΔU = Q + W ആണ്. ΔU എന്ന് പറയുന്നത് Q + W ആണ്. ഇവിടെ Qയുടെ വാല്യൂ നമുക്കറിയാം, Qയുടെ വാല്യൂ 0 ആണ്. സോ നമുക്ക് എഴുതാം ΔU = 0 + W. അതായത് ΔU = W. സോ അതായത് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് വർക്ക് ഡണ്ണിന് ഈക്വലാണ്. എന്തിൻ്റെ കേസിൽ? അഡിയബാറ്റിക് എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ. ഇൻ ആൻ അഡിയബാറ്റിക് expansion work is done by the system and hence the W is negative, and as a result delta U is negative. The internal energy decreases. In an adiabatic expansion, work is done at the expense of the internal energy of the system. Consequently the temperature of the system drops. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, ഒന്നുമില്ല. അതായത് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയോ റിലീസ് ചെയ്യുകയോ ചെയ്യുന്നില്ല, ഹീറ്റ് നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ അഡിയബാറ്റിക് കണ്ടീഷനിൽ നമ്മളൊരു പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള എനർജി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിൽ നിന്നായിരിക്കും? ആ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജിയിൽ നിന്നായിരിക്കും നമ്മളത് യൂസ് ചെയ്യുന്നത്. സോ ഇൻറ്റേർണൽ എനർജിയിൽ നിന്ന് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഒരു ടെമ്പറേച്ചറിൻ്റെ ഫങ്ഷനാണ് നമുക്കറിയാം. അപ്പം ഇൻറ്റേർണൽ എനർജി കുറയുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ടെമ്പറേച്ചർ കുറയാമെന്ന് മനസ്സിലാക്കാം. ഇൻറ്റേർണൽ എനർജി കുറയുമ്പോൾ ടെമ്പറേച്ചർ കുറയും. സോ നമുക്കറിയാം ഒരു അഡിയബാറ്റിക് എക്സ്പാൻഷനിലെ കേസിൽ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കുറയും. അതാണ് അവരെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് ജസ്റ്റ് ΔU കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് നോക്കാം. നമുക്കറിയാം വി നോ ദാറ്റ് ഫോർ 1 mol ഓഫ് ഗ്യാസ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയത്തിൻ്റെ ഇക്വേഷൻ ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. CV എന്ന് പറയുന്നത് ΔU/ΔT അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയമാണ്. ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ്. നമുക്ക് കോൺസ്റ്റൻറ്റ് വോളിയമായെന്ന് പറയുന്നതുകൊണ്ട് നമുക്കിതിനെ U എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വോളിയം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ CV = ΔU/ΔT അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറഞ്ഞ ഇക്വേഷനെ DU = CVdT എന്ന് എഴുതാൻ പറ്റും. CVനെ കുറച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ DU എന്ന് പറയുന്നത് വളരെ കുഞ്ഞാച്ചിയായിട്ടുള്ള ഇൻറ്റേർണൽ എനർജി ചേഞ്ച്. അപ്പോൾ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ചെറിയ ഇൻറ്റേർണൽ എനർജി ചേഞ്ച്, അതായത് ΔU. സോ ΔU T1 to T2 CVdT എന്ന് കിട്ടും. സോ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ΔU = CV × T2 - T1. അതാണ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ്റെ കേസിലെ
ഇൻറ്റേർണൽ എനർജി ചേഞ്ച്. നമ്മൾ മുന്നേ ഒരു കാര്യം കണ്ടിട്ടുണ്ട്, ആ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് തന്നെയാണ് വർക്ക് ഡൺ. അതായത് ഡെൽറ്റ യു എന്ന് പറയുന്നത് ഡബ്ല്യു ആണ്. സോ നമുക്ക് വർക്ക് ഡണ്ണും എങ്ങനെ എഴുതാം? ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു NCV T2 - T1 എന്ന് എഴുതാം. ഇനി നമുക്ക് എൻതാൽപ്പി ചേഞ്ചിൻ്റെ കാര്യം ഒന്ന് നോക്കിയാലോ. വി നോ ദാറ്റ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ പി വി ആണ്. അതായത് എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വിയിൽ ഡെൽ അപ്ലൈ ചെയ്യുന്നു. പി വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? NRT കൊടുക്കാം. എന്നിലെ N എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് നമുക്ക് എന്താക്കാം? ഡെൽറ്റ RT എന്ന് എഴുതാം. നമുക്കറിയാം യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ അവിടെ നിന്ന് ഡെൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേഷൻ വരും? ഡെൽറ്റ യു പ്ലസ് ആർ ഡെൽറ്റ ടി എന്ന് വരും. നമുക്കറിയാം ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എന്താടാ? ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ യു എന്ന് പറയുന്നത് CV ഡെൽറ്റ ടി ആണ്. T2 - T1 അതിന് നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ ടി എന്ന് പറയാം. സോ CV ഡെൽറ്റ ടി എന്ന് പറയാം. സോ ഡെൽറ്റ യുക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും? CV ഡെൽറ്റ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, പ്ലസ് ആർ ഡെൽറ്റ ടി എന്ന് കിട്ടും. ഇവിടെ നോക്കുക, 2 ഡെൽറ്റ ടി കോമൺ അല്ലേ? സോ നമുക്ക് ഡെൽറ്റ ടീനെ പുറത്തെടുത്താലോ? വി ഗെറ്റ് CV പ്ലസ് ആർ ഡെൽറ്റ ടി എന്ന് കിട്ടും. വി നോ ദാറ്റ് CP - CV എന്ന് പറയുന്നത് R ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ CV പ്ലസ് ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും എടാ? CP ആയിരിക്കും. ആ റിലേഷൻ ഓർക്കുക, CP - CV എന്ന് പറയുന്നത് R ആണ്. സോ R പ്ലസ് CV എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? നമുക്ക് CP എന്ന് എഴുതാം. അപ്പോൾ CP ഡെൽറ്റ ടി എന്ന് ഇക്വേഷൻ കിട്ടിയില്ലേ? അതായത് ഫോർ 1 മോൾ ഓഫ് ഗ്യാസ് ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറയുന്നത് CP × T2 - T1 ആണ്. 1 മോൾ ഓഫ് ഗ്യാസ്, N മോൾ ഓഫ് ഗ്യാസ് എന്തായിരിക്കും? ഡെൽറ്റ H ഇസ് ഈക്വൽ ടു NCP T2 - T1 ആയിരിക്കും. സോ ഇതൊക്കെയാണ് നമ്മുടെ അഡിയബാറ്റിക് എക്സ്പാൻഷൻ്റെ, ഐഡിയൽ ഗ്യാസിൻ്റെ എക്സ്പാൻഷൻ്റെ കേസിൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ചും NCV T2 - T1 ആണ്. അതുപോലെ തന്നെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് NCP T2 - T1 ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അതിൻ്റെ വർക്ക് ഡൺ എന്താണ്? അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. W ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു NCV T2 - T1 ആണ്. അപ്പം റിവേഴ്സിബിൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസിൻ്റെ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടു. ഇതിന് മുന്നേ നമുക്ക് കുറച്ച് റിലേഷൻഷിപ്സ് പഠിക്കാനുണ്ട്. അഡിയബാറ്റിക് എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസിലെ കുറച്ച് റിലേഷൻഷിപ്സ് പഠിക്കാനുണ്ട്. ഫസ്റ്റത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് TV raised to gamma -1 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ആ റിലേഷൻ്റെ ഡെറിവേഷൻ പഠിക്കാനുണ്ട്. പിന്നെ PV raised to gamma is a constant എന്ന് പറഞ്ഞൊരു ഡെറിവേഷനും പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ TP raised to 1 - gamma by gamma is a constant എന്ന് പറഞ്ഞതിൻ്റെ ഡെറിവേഷനും പഠിക്കാനുണ്ട്. സോ നമുക്ക് അതിൻ്റെ ഡെറിവേഷൻ ഒന്ന് പഠിച്ചാലോ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് വോളിയം, അതായത് TV raised to gamma -1 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ വി നോ ദാറ്റ് ഫോർ 1 മോൾ ഓഫ് ഗ്യാസ് നമുക്കറിയാം CV എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽ യു ബൈ ഡെൽറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയാണ്. ഫോർ ആൻ ഐഡിയൽ ഗ്യാസിന് നമുക്ക് എന്ത് ചെയ്യാം? ഡെല്ലിനെ മാറ്റിയിട്ട് സാധാ ഡിഫറൻഷ്യൽ കൊണ്ടുവരാം. അതായത് CV ഇസ് ഈക്വൽ ടു DU ബൈ DT. ഈ ഇതിനെ കുറച്ചൊന്ന് ഇങ്ങോട്ട് CVൻ്റെ അടുത്തേക്ക് DTനെ കൊണ്ടുവന്നാൽ എന്ത് കിട്ടും? CV DT ഇസ് ഈക്വൽ ടു DU എന്ന് കിട്ടി. അതായത് DU എന്ന് പറയുന്നത് CV DT. ഫ്രം ഫസ്റ്റ് ലോ വി നോ ദാറ്റ് DU എന്ന് പറയുന്നത് DW ആണ്. എന്ത് കേസിൽ? നമ്മൾ ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്തപ്പം അഡിയബാറ്റിക് എക്സ്പാൻഷൻ്റെ കേസിൽ DU എന്ന് പറയുന്നത് DW ആണ് നമ്മൾ കണ്ടു. ഈ DWനെ നമുക്ക് എന്ത് പറയാം? നെഗറ്റീവ് PdV എന്ന് പറയാം. സോ DU എന്ന് പറയുന്നത് DW ആണ്, ദാറ്റ് ഈസ് നെഗറ്റീവ് PdV. സോ നമുക്ക് ഇക്വേഷൻ റിലേറ്റ് ചെയ്തൂടെ? CV DT ഇസ് ഈക്വൽ ടു നെഗറ്റീവ് PdV. നമുക്കൊരു ഇക്വേഷൻ അറിയാം, P എന്ന് പറയുന്നത് PV ഇസ് ഈക്വൽ ടു NRT എന്ന് പറഞ്ഞ ഇക്വേഷൻ അറിഞ്ഞൂടെ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് Pക്ക് എന്ത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? Pൻ്റെ ഇക്വേഷൻ RT/V എന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ CV DT ഇസ് ഈക്വൽ ടു നെഗറ്റീവ് PdV ആണ്. അതിൽ Pന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? RT/V കൊടുക്കാം. അവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, സോ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. നെഗറ്റീവ് RT/V dV എന്ന് എഴുതി. സോ അതിനെ കുറച്ച് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആറും ടിയും നമ്മളെന്ത് കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്തേക്ക് എടുത്തി V മാത്രമേ വാരി ചെയ്യുന്നുള്ളൂ. സോ നമുക്കിതിനെ dV/V എന്ന് എഴുതി. സോ CV dt by T is equal to negative R dV/V എന്ന് എഴുതി. അസ്യൂമിങ് ദാറ്റ് CV ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. CV എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ CV കോൺസ്റ്റൻ്റ് അല്ലേ? CVനെ നമ്മൾ പുറത്തേക്ക് എടുത്ത് എഴുതി. പിന്നെ നമ്മൾ DT/Tനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് T1 മുതൽക്ക് T2 വരെ.
അതുപോലെ തന്നെ നെഗറ്റീവ് ആർ ഉണ്ട്, അതിന് പുറത്താണ്, അത് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ V1 to V2 dV/Vയും ഇൻ്റഗ്രേറ്റ് ചെയ്തു. വി നോ ദാറ്റ് ഇൻ്റഗ്രൽ ഓഫ് 1/x എന്ന് പറയുന്നത് എന്താടാ, ln x അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് dt/dt എന്തായിരിക്കും, ln t അല്ലേ. ആ ln t നമ്മൾ എന്ത് കൊടുത്തു, അപ്പർ ലിമിറ്റും കൊടുത്തു ലോവർ ലിമിറ്റും കൊടുത്തു. ദാറ്റ് ഈസ് T2/T1 എഴുതാം. അതായത് ln T2 മൈനസ് ln T1 എഴുതാം. നമ്മൾ എന്തിട്ട് എഴുതി, ln T2/T1 എഴുതി. സോ CV ഇൻറ്റു ln T2/T1 LHS കിട്ടി. അതുപോലെ തന്നെ നമ്മൾ RHS ഒന്ന് സോൾവ് ചെയ്തൂടെ, നെഗറ്റീവ് ആർ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് V1 to V2 dV/V. ഇൻ്റഗ്രൽ ഓഫ് 1/V dV എന്താ, ln V. അതിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ, നെഗറ്റീവ് ആർ ln V2/V1 എന്ന് കിട്ടും. ഈ നെഗറ്റീവ് വേണമെങ്കിൽ കളയുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഉൾട്ടടിച്ചാൽ മതി. ln V2/V1 ഒന്ന് ഉൾട്ടടിച്ചാൽ ആ നെഗറ്റീവ് അങ്ങ് കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആർ ln V1/V2 എന്ന് എഴുതിക്കൂടെ. ഇതുവരെ സിമ്പിളാണോ? ഇനിയാണ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുന്നത്. സിൻസ് CP - CV എന്ന് പറഞ്ഞാൽ എന്താണ്, ആറാണ് നമുക്കറിയാം. ഫോർ 1 mole ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്, അത് നമുക്കറിയാം. സോ നമ്മൾ ഈ LHSൽ നമ്മൾ എന്ത് കൊടുക്കും, CV ln T2/T1 അതേപടി എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ആറിന് പകരം നമ്മൾ എന്ത് കൊടുക്കും, CP - CV എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ കൊടുക്കും. അപ്പം അതായത് ജസ്റ്റ് ആറിന് പകരം CP - CV അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ CV ഇൻറ്റു ln T2/T1 എന്താ, ഈസ് ഈക്വൽ ടു CP - CV ഇൻറ്റു ln V1/V2. ഒന്നുമില്ലടാ, LHSലുള്ള CV നമ്മൾ ജസ്റ്റ് ഒന്ന് RHSലേക്ക് കൊണ്ടുപോകും. സോ ln T2/T1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, CP - CV ഡിവൈഡഡ് ബൈ CV ln V1/V2 എന്ന് കിട്ടിയില്ലേ. ഇനി ജസ്റ്റ് ഒന്ന് ഡിവിഷൻ ചെയ്ത് നോക്കുക. CP - CV ഡിവൈഡഡ് ബൈ CV അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ CP/CV എന്ന് വരും. അതുപോലെ തന്നെ CV/CV എന്ന് വരും. CV/CV എന്താ, 1 ആണ്. സോ നമുക്ക് LHS എന്ത് കിട്ടി, ln T2/T1 ഇസ് ഈക്വൽ ടു CP/CV -1 ln V1/V2 എന്ന് കിട്ടും. ഇനി ഇവിടെ നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. CP/CV എന്ന് പറയുന്നത് ഗാമ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് LHSന് എന്ത് എഴുതാം, ln T2/T1 എന്ന് എഴുതാം. CP/CV നമ്മൾ എന്ത് കൊടുക്കും, ഗാമയായിട്ട് കൊടുക്കും. സോ ഇക്വേഷൻ എന്താവും, ഗാമ -1 ln V1/V2 എന്ന് കിട്ടും. നമുക്കറിയാം ln T2/T1 എന്ന് പറയുന്നത് എന്താണ്, ഈ ഗാമ -1 നമുക്ക് നമുക്കറിയാം ln A⁻B എന്ന് പറഞ്ഞാൽ എന്താ, B/ln A എന്ന് പറഞ്ഞൊരു റിലേഷൻ അറിയില്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഗാമ -1 പവർ ആക്കിക്കൊണ്ട് നമുക്ക് എഴുതിക്കൂടെ. സിമ്പിളായിട്ടുള്ള ലോഗരിതത്തിൻ്റെ റിസൾട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. ദാറ്റ് ഈസ് ln T2/T1 എന്ന് പറഞ്ഞാൽ എന്താണ്, ln V1/V2 റേസ് ടു ഗാമ -1 ആണ്. ഇവിടെ രണ്ട് ഭാഗത്തും ln വരുന്നുണ്ട്. ഈ ln നമുക്ക് എന്തായിട്ട് മാറ്റാം, ln ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിന് നമുക്ക് മാത്തമാറ്റിക്കലി പറ്റും. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ln രണ്ട് ഭാഗത്തും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻ എന്താടാ, T2/T1 എന്ന് പറയുന്നത് V1/V2 റേസ് ടു ഗാമ -1 അല്ലേ. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുക. T1 V1 റേസ് ടു ഗാമ -1 എന്ന് കിട്ടിയില്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു T2 V2 റേസ് ടു ഗാമ -1. അതായത് TV റേസ് ടു ഗാമ -1 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഫസ്റ്റത്തെ ഡെറിവേഷൻ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ആൻഡ് പ്രഷർ നോക്കാം. വളരെ സിമ്പിളാണ്. നമുക്കറിയാം PV = nRT. ഐഡിയൽ ഗ്യാസ് പ്രകാരം നമുക്ക് P1 V1/T1 = P2 V2/T2 എന്ന് പറഞ്ഞ റിലേഷൻ കൊടുത്തൂടെ. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. V1/V2, അതായത് V1ൻ്റെ അടുത്തേക്ക് V2നെ കൊണ്ടുവന്നു. പിന്നെ T2നും T1നും ഇവിടെ T1ൻ്റെ അടുത്തേക്ക് T2നെ കൊണ്ടുവരുമ്പോൾ T2 മുകളിൽ വരും. അതായത് V1/V2 ഇൻറ്റു T2/T1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയടാ, P2/P1 എന്ന് കിട്ടിയില്ലേ. We know that T2/T1 is equal to V1/V2 gamma -1. We know that T2/T1 അതായത് T2/T1 എന്ന് പറഞ്ഞാൽ എന്താടാ, V1/V2 റേസ് ടു ഗാമ -1. നമ്മൾ നേരത്തെ കണ്ട സാധനമാണ്. സോ ആ ഇക്വേഷൻ നമ്മളിവിടെ കൊടുത്തു. T2/T1 എന്ന് പറയുന്നത് V1/V2 റേസ് ടു ഗാമ -1 ആണ്. ഇവിടെ V1/V2നെ അതേപടി വെച്ചു. T2/T1 പകരം നമ്മൾ എന്ത് കൊടുക്കുകടാ, V1/V2 റേസ് ടു ഗാമ -1 കൊടുക്കുകയാണ്. സോ LHSൻ്റെ ഇക്വേഷൻ ക്ലിയർ അല്ലേ. അത് വിച്ച് ഇസ് ഈക്വൽ ടു എന്താടാ, P2/P1 അല്ലേ. V1/V2 ഈ V1/V2ൻ്റെ പവർ എന്താ, 1 ആണ്. സോ നമുക്കറിയാം A⁻M × A⁻N എന്ന് പറഞ്ഞാൽ എന്താടാ, A⁻M+N അല്ലേ. സോ ആ ഇക്വേഷൻ ജസ്റ്റ് ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വി ഗെറ്റ് V1/V2 റേസ് ടു ഗാമ എന്ന് നമുക്ക് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു P2/P1 അല്ലേ. സോ ജസ്റ്റ് ഒന്ന് ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുന്നു. വി ഗെറ്റ് P1 V1 റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു P2 V2 റേസ് ടു ഗാമ എന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടിയടാ, PV റേസ് ടു ഗാമ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത റിലേഷൻ നോക്കാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ നോക്കാം.
we know that v1 by v2 which is equal to p2 by p1 1 raised to gamma എന്ന് കൊടുത്തൂടെ. let us take v1 by v2 is equal to p2 by p1 1 raised to gamma. ഈ ഇക്വേഷനിൽ നമുക്ക് എടുത്തൂടെ, അതായത് 1 by gamma എടുത്തു കഴിഞ്ഞാൽ p2 by p1 ഇട്ടില്ലേ, ആ റിലേഷൻ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്നുള്ളൂ. അതായത് v1 by v2 എന്ന് പറഞ്ഞാൽ എന്താടാ, ഈ റിലേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാം, v1 by v2 എന്ന് പറയുന്നത് p2 by p1 raised to 1 by gamma എന്ന് കൊടുക്കാം. let us take gamma minus 1 power on both sides. നമുക്ക് gamma minus 1 പവർ രണ്ട് സൈഡും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം, v1 by v2 അതിൻ്റെ പവർ 1 ആയിരുന്നു, ഗാമ മൈനസ് 1 പവർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പവർ എന്ത് വരും, ഗാമ മൈനസ് 1. സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. അതുപോലെ തന്നെ p2 by p1 1 by ഗാമ ആയിരുന്നു, അതിൻ്റെ കൂടെ ഗാമ മൈനസ് 1 പവർ എടുക്കുകയാണെങ്കിൽ ഗാമ മൈനസ് 1 by ഗാമ എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എഴുതിക്കൂടെ. വി നോ ദാറ്റ് t2 by t1 എന്ന് പറയുന്നത് v1 by v2 റേസ് ടു ഗാമ മൈനസ് 1 ആണ്. അത് ഇക്വേഷൻ നമ്മളിവിടെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമോടാ, t2 by t1 എന്ന് പറയുന്നത് എന്ത് എഴുതാം, p2 by p1 റേസ് ടു ഗാമ മൈനസ് 1 by ഗാമ എന്ന് എഴുതാം. അതായത് t2 by t1 എന്ന് പറഞ്ഞാൽ എന്താടാ, p1 by p2 ഒന്ന് ഉൾട്ടി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, p1 by p2 1 മൈനസ് ഗാമ ബൈ ഗാമ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്കൊരു ഇക്വേഷൻ ഫോമാറ്റിൽ എത്തിക്കാം. t1 p1 raised to 1 minus gamma by gamma is equal to t2 p2 raised to 1 minus gamma by gamma, that is tp raised to 1 minus gamma by gamma എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തില്ലേ. അങ്ങനെ 3 റിലേഷൻസ് നമ്മൾ പ്രൂവ് ചെയ്തു. ഫസ്റ്റത്തെ റിലേഷൻ എന്തായിരുന്നു അടാ, ടി വി റേസ് ടു ഗാമ മൈനസ് 1 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ പി വി റേസ് ടു ഗാമ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ടി പി റേസ് ടു 1 മൈനസ് ഗാമ ബൈ ഗാമ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇത് എന്തിൻ്റെ കേസിലാടാ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ. ഇനി നമുക്ക് വർക്ക് ഡൺ ഇൻ റിവേഴ്സിബിൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. അത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. W എന്ന് പറയുന്നത് ഡെൽറ്റ യു ആണ്, ദാറ്റ് ഈസ് NCV T2 മൈനസ് T1 ആണ്. സോ അതിനൊന്ന് മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ ഈ അവസാനം കാണുന്ന ഇക്വേഷൻ ഫോമാറ്റിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ CP മൈനസ് CV. അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ CP മൈനസ് CV കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും, NCV T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ CP മൈനസ് CV ഇൻറ്റു CP മൈനസ് CV. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, അതിൻ്റെ ക്രിയ ഞാൻ രണ്ടും ചെയ്തു വെച്ചിട്ട് സാധനമുണ്ട്, അത് ഞാൻ വീണ്ടും കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം, അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. W is equal to NCP മൈനസ് CV ഇൻറ്റു T2 മൈനസ് T1 ഡിവൈഡ് ബൈ CV മൈനസ് CP ഡിവൈഡ് ബൈ CV. ഇപ്പം എന്താ ഈ പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്രിയ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാലോ. വി നോ ദാറ്റ് W is equal to NCV T2 മൈനസ് T1 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ, ഇതിൽ സുഖമായിട്ട് പറഞ്ഞു, ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ CP മൈനസ് CV. അതായത് ഈ NCV T2 മൈനസ് T1നെ നമ്മൾ എന്ത് ചെയ്യുക, CP മൈനസ് CV അതിന് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും CP മൈനസ് CV കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വി നോ ദാറ്റ് നമുക്കറിയാം W is equal to NCV T2 മൈനസ് T1 ആണ്. അതിനെങ്ങനെ എഴുതിക്കൂടെ, W is equal to NCV T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ 1. അതായത് നമ്മൾ ഡിനോമിനേറ്റർ ഇല്ലെങ്കിൽ നമ്മൾ അതിനെ എന്തായിട്ടാണ് കാണുക, 1 ആയിട്ടല്ലേ കാണുക. സോ നമ്മളിവിടെ 1 ആയിട്ട് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ആദ്യം ന്യൂമറേറ്ററിനെ CP മൈനസ് CV കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് ഞാൻ മുകളിൽ ചെയ്തിട്ടുള്ളത്. NCV T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ CP മൈനസ് CV. അതാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അതെന്താണ്, ഡിവൈഡഡ് ബൈ 1. അതിൻ്റെ ഡിനോമിനേറ്റർ എന്താ, 1 ആണ്. 1നെ നമ്മൾ എന്ത് ചെയ്യുക, CP മൈനസ് CV കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പക്ഷെ ഇതൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല, ഇതിൽ ഡയറക്റ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ക്രിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അത് കൊടുത്തില്ലേ. ഇനി നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. നമ്മൾ ജസ്റ്റ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ NCV T2 മൈനസ് T1 ഇൻറ്റു CP മൈനസ് CV ഇങ്ങനെ എഴുതിക്കൂടെ, ഇൻറ്റു CP മൈനസ് CV എന്ന് എഴുതാം. ഇവിടെ ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ, CP മൈനസ് CV ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് ചെയ്ത ഒരു സാധനം കാണിച്ചിട്ടില്ലേ. ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ നെഗറ്റീവ് സൈൻ കൊണ്ടുവരാൻ CP മൈനസ് CV ഇല്ലേ, താഴെ കിടക്കുന്ന CP മൈനസ് CV ആ റൗണ്ട് ചെയ്ത് തന്നെ അതിനൊന്ന് ഞാൻ ഉൾട്ടയടിച്ചു. ഉൾട്ടയടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വെറുതെ അങ്ങ് ഉൾട്ടയടിക്കാൻ പറ്റില്ല, ആ ഇക്വേഷൻ്റെ ഭാഗത്ത് മൈനസ് കൊടുക്കണം. സോ നമ്മൾ എന്ത് ചെയ്തു, അവിടെ മൈനസ് കൊടുത്തു. സോ CP മൈനസ് C അടിയിലുള്ള CP മൈനസ് CVനെ നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് നൈസായിട്ട് ഉൾട്ടയടിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാടാ, നെഗറ്റീവ് NCV CP മൈനസ് CV ഇൻറ്റു T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ CV മൈനസ് CP എന്ന് എഴുതാം. ഇതുവരെ മനസ്സിലായോ? ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ CV-നല്ലേ, ഈ CV നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ
സി വി മൈനസ് സി പി ഡിവൈഡഡ് ബൈ സി വി എന്ന് എഴുതിക്കൂടെ? അതായത് ഈ സി വി മുകളിൽ വരും, പക്ഷെ അത് താഴത്തുള്ള സാധനത്തിൻ്റെ ഡിവിഷൻ വഴിയാണ് മുകളിൽ വരുന്നത്. അത് കാണിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, രണ്ടാമത്തെ ഇതിൽ കാണുന്നുണ്ടോ, സി വി മൈനസ് സി പി ഡിവൈഡഡ് ബൈ സി വി എന്ന് കൊടുത്തു. ഇനി സിമ്പിളാടാ, എൻ സി പി മൈനസ് സി വി അതെവിടെ വെച്ചു? സി വി ബൈ സി വി എന്താടാ? 1 ആണ്. സി പി ബൈ സി വിയോ ഗാമയാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി, നെഗറ്റീവ് എൻ സി പി മൈനസ് സി വി ഇൻറ്റു ടി ടു മൈനസ് ടി വൺ എന്ന് പറയുന്നത് 1 മൈനസ് സി പി ബൈ സി വി ആണ്. ഇത് ഞങ്ങൾ സോൾവ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയടാ? ഡബ്ല്യു ഇസിക്കൽ ടു നെഗറ്റീവ് എൻ സി പി മൈനസ് സി വി ഇൻറ്റു ടി ടു മൈനസ് സി വൺ ഡിവൈഡ് ബൈ 1 മൈനസ് ഗാമ. അതാണ് ഇവിടെ വർക്ക് ടൺ കിട്ടിയത്. പക്ഷേ ഇവിടെ ഞാൻ ജസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്തിട്ടുള്ളത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. പക്ഷേ ആ ക്രിയ ചെയ്ത രീതിയൊന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ ഉൾട്ടയടിച്ച കാര്യമൊന്നും നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളിത് ജസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഇന്ന സാധനം ഇങ്ങനെ വരുന്നു, അതായത് ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ സി പി മൈനസ് സി വി ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഈ സാധനം വരുന്നതെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവും. ആ ചെയ്തതിൻ്റെ ക്രിയയാണ് ഇവിടെ ഉള്ളത്. ഈ അനുസരിച്ച് ക്രിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവസാനം നമുക്ക് എന്ത് കിട്ടും? ഡബ്ല്യു എന്ന് പറയുന്നത് നെഗറ്റീവ് എൻ ആർ ടി ടു മൈനസ് ടി വൺ ഡിവൈഡ് ബൈ 1 മൈനസ് ഗാമ എന്ന് പറഞ്ഞിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇതാണ് അഡിബാറ്റിക് എക്സ്പാൻഷൻ്റെ കേസിൽ വരുന്ന വർക്ക് ഡണ്ണും എൻതാൽപ്പി ചേഞ്ചും ഇൻ്റഗ്രൽ എനർജി ചേഞ്ചും. അപ്പോൾ നമ്മൾ 2 കാര്യം പഠിച്ചു കഴിഞ്ഞു. അപ്പം ഈ കാൽക്കുലേഷൻ ജസ്റ്റ് ഒന്ന് ഈ രീതി ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടിക്കോളും. വളരെ സിമ്പിളല്ലേ? നമുക്ക് അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു.